ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം മിസ്റ്ററിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഞാൻ സത്യം വിട്ട് ഞാൻ മേക്കപ്പ് ചെയ്യാതെ ക്യാമറയുടെ മുമ്പിൽ നിൽക്കില്ലായിരുന്നു. പക്ഷേ ഗെറ്റ് റെഡി വിത്ത് മീ ഇടാതെ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചാൽ മുടി ഞാൻ വെട്ടി ഗൈസ്. മുടി ഞാൻ വെട്ടി കണ്ടോ. ലോങ് വീഡിയോ ഇടാന്ന് കരുതിയതായിരുന്നു, പക്ഷെ അത് പറ്റിയില്ല കേട്ടോ. ഞാൻ വീഡിയോ ഒക്കെ എടുത്തതായിരുന്നു, പക്ഷെ അത് പറ്റിയില്ല. ഞാൻ ക്യാൻസർ രോഗികൾക്ക് മുടി കൊടുത്തതായിരുന്നു. എൻ്റെ മുടി ഇത്രയ്ക്കുണ്ടായിരുന്നു കേട്ടോ, ഇത്രയ്ക്കുണ്ടായിരുന്നു. ഇത്രയും ഞാൻ വെട്ടി ഗൈസ്. ഞാൻ ഡൊണേറ്റ് ചെയ്തതാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിനി കാര്യങ്ങൾക്ക് കിടക്കാം. നമുക്ക് ഗെറ്റ് റെഡി ചെയ്യാം. മുടിയൊക്കെ വെള്ളമായിട്ട് നനഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ, കണ്ണിക്ക് മുടി വരുന്നു. ഓക്കെ, ഫസ്റ്റ് ഒക്കെ കണ്ണെഴുതാം. കൺമഷി നമുക്ക് തുറക്കത് എന്നിട്ട് കണ്ണെഴുതാം. ഒരു വട്ടം കൂടി എഴുതാം കേട്ടോ. ഓക്കെ, ബാക്കി കൺമഷുള്ളത് ഞാൻ തലയിൽ വെച്ചു. ഇനി ഐലൈനർ ചെയ്താട്ടോ. ഐലൈനർ എനിക്ക് വീഡിയോയിൽ നോക്കി എഴുതാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ശ്രമിക്കാം ഗൈസ്. ഒരു കണ്ണ് വേഗം എഴുതി. ഓ നോ, ഇത് കൊള്ളായി. അയ്യോ ഗൈസ്, ഇനി ഇത് കളഞ്ഞിട്ട് ഞാൻ എഴുതിയിട്ട് വരാം ഗൈസ്. ഇപ്പം വരാം കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ കണ്ടോ, രണ്ട് കണ്ണും ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ട്. നമുക്ക് കൺമഷി എഴുതാം. കൺമഷി മീൻസ് അടിയിൽ എഴുതാം കേട്ടോ. ഞാൻ നേരത്തെ ഉള്ളിലായിരുന്നു എഴുതിയത്, അടിയിൽ എഴുതാം കേട്ടോ. അല്ലെങ്കിൽ ഇനി കണ്ണ് ഇനി അടി എഴുതിയത് കാണില്ല. കണ്ണിൻ്റെ അടി ഞാൻ എഴുതാൻ യൂസ് ചെയ്യുന്നത് മറ്റേ സ്റ്റിക്കില്ലേ, കുഞ്ഞു പിള്ളേർക്കൊക്കെ പിരികാനൊക്കെ എഴുതുന്നത്, അതാണ് ഞാൻ യൂസ് ചെയ്യുക കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മളിതാ രണ്ട് കണ്ണ് എഴുതിയിട്ടുണ്ട്. ഇതൊന്ന് വാലിട്ട് കൊടുക്കാം. ഇതുകൊണ്ട് തന്നെ ഞാൻ വാലിടാം കേട്ടോ. ഐലൈനർ കൊണ്ട് ചിലപ്പോൾ വാലിട്ട് കഴിഞ്ഞാൽ പെരനാലെന്ന് എഴുതിയിട്ടാണ് കേട്ടോ അതുകൊണ്ട് വാലിടുന്നത്. ഓക്കെ ഗൈസ്, ഇനി ലേശം പൗഡർ ഇടാം. കൂടിപ്പോയി ഗൈസ്. കിട്ടും ടവിൽ. എൻ്റെ പൗഡർ, എല്ലാവരും പൗഡർ തുറക്കണ ഒരു ടവിലുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊട്ടി മുഖത്തിടും. പൗഡർ ഞാൻ അത്രയ്ക്കൊന്നും യൂസ് ചെയ്യാറില്ല. ഇതെന്ത് പറ്റിയാണാവോ കൂടിപ്പോയി ഇട്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിത് പൗഡർ ഇട്ടു. ഞങ്ങൾക്ക് പൊട്ട് തൊടാം. പൊട്ട് എൻ്റെ ഡ്രസ്സ് കണ്ടോ ഇങ്ങനത്തെ പച്ചയാണ്. പച്ച പൊട്ട് ചാന്ത് തൊടാം. പച്ച എൻ്റെ ഇങ്ങനത്തെ ഒരു ഒട്ട് പൊട്ടുണ്ട്. അത് ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോഴേ തൊടുള്ളൂ കേട്ടോ. അല്ലാതെ വെറുതെ ഇപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ എടുത്ത് കുത്തുണ്ടാവല്ലോ. തുറക്കാൻ കിട്ടണില്ല. ഞാൻ തുറക്കാൻ കിട്ടണമെങ്കിൽ ഈ ഒരു സംഭവം യൂസ് ചെയ്യും കേട്ടോ. മറ്റേ ക്യാമൽ ബോക്സിൻ്റെ ഒരു സംഭവമില്ലേ, എന്നിട്ട് അളക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അധികത്തെ ക്യാമൽ ബോക്സ് ഇട്ടത് ക്യാമൽ ബോക്സ് തൂരുമ്പോൾ പിടിച്ചു. അപ്പോൾ ഞാൻ അതിങ്ങോട്ട് ഇത് എടുത്തു, ഇങ്ങനെ തുറന്നു. കണ്ടോ, തുറന്നു. നമുക്ക് വെച്ചുകൊണ്ട് ഒരു കുത്തിട്ട് കൊടുക്കാം.
ഓക്കെ, ഒരു കുത്തിട്ടെടുത്തു ഗൈസ്. നമുക്ക് ചാന്ത ഞാൻ മഞ്ഞയും ചുവപ്പാണ് തൊടുക. അതിൽ ലാസ്റ്റ് എത്തിയപ്പോൾ ഇതുകൊണ്ട് എത്തില്ല, എൻ്റെ കൈ വറക്കണത് ഇതുകൊണ്ട് എത്തില്ല. ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവത്തോണ്ടാണ് തൊടാറുള്ളത്. ഓക്കെ, മഞ്ഞ തൊട്ടു, എൻ്റെ കൈമയ്ക്ക് ആക്കിയായി. ചുവപ്പ് തൊടാം. ഫോണിന് ഇതാവുക. ഓക്കെ ഗൈസ്, നമ്മൾ ചുവപ്പ് തൊട്ടു. ഇപ്പം മേക്കപ്പ് ഏകദേശമൊക്കെ കഴിഞ്ഞ് നമുക്ക് മുടിയാണ്. അയ്യോ, ലിപ്സ്റ്റിക്ക് ഇട്ടില്ല. ലിപ്സ്റ്റിക്ക് കണ്ടോ, ഇതാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ലേശം 2 കണ്ണുമ്പളും ഐ ഷെയ്ഡായിട്ട് ഇട്ടിട്ട് ലേശം നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാട്ടോ ചുണ്ടുമ്മേ. മതി ഗൈസ്, കഴിഞ്ഞു. നമുക്ക് ഇനി മുടി കെട്ടാട്ടോ. മുടി ഇപ്പം കെട്ടാനായിട്ട് ഇപ്പം എൻ്റെ മുടി ഇപ്പം ഞാൻ ഇതെങ്ങനെ കെട്ടാം, പിരിച്ച് കെട്ടാന്നാണ് ഞാൻ ഉദ്ദേശിച്ചുള്ളത്. കെട്ടാൻ പറ്റുമെന്ന് അറിയില്ല. ഇങ്ങനെ ഒന്ന് പഫ് ചെയ്യാം. ഓക്കെ, മതി. ഇവിടെയിട്ട് ക്ലിപ്പിട്ട് കൊടുക്കാം. ഓക്കെ, അവിടെ ഇപ്പം തുറച്ചു. അതുപോലെ തന്നെ ഇവിടെയും ചെയ്യാം. ഓക്കെ ഗൈസ്, 2 സൈഡും കെട്ടി. ഞങ്ങൾക്ക് ഇങ്ങനെ ഒന്നും ഇടാട്ടോ, കുറച്ച് മുന്നുള്ളെങ്കിലും ഇങ്ങനെ ഇടുന്നത് എൻ്റെ ഒരു വീക്ക്നെസ്സാണ് ഗൈസ്. ഓക്കെ, ഞങ്ങൾക്ക് മാലയും കമ്മലിടണം. പോരാ നമ്മളെ വിളിക്കുന്നുണ്ട് വീഡിയോ എടുക്കാനാണ് ഓടി. എവിടെ കളിക്കാൻ വിളിക്കുന്നായിരുന്നു. നീ കളിച്ചിക്കണ്ട, നിന്നെ ഇതിൽ കണ്ടു. വരാം. അവിടെ ഇത് പോണോ അതിന് പേരിട്ടവൻ. ഇനി മാലയും കമ്മലിടാം. ഓക്കെ ഗൈസ്, ഈ കമ്മലിൻ്റെ റബ്ബർ ഞാൻ ഏതൊരു കമ്മലിന് ഇട്ടിട്ട് ഞാൻ ഊരാനായിട്ട് മറന്നു ഗൈസ്. ഈ കമ്മലിൻ്റെ ഈ റബ്ബർ ഉണ്ടല്ലോ, ഞാൻ വേറെ ഏതൊരു കമ്മലിന് ഇട്ടു. എന്നിട്ട് ഈ റബ്ബർ പോയി. ആ കമ്മലും കാണാനില്ല, ഈ റബ്ബറും കാണാനില്ല എന്നൊരവസ്ഥയിലേക്ക് പോയി. കമ്മലിന് ഞാൻ വേറെ റബ്ബർ ഇട്ട് കഴിഞ്ഞാൽ അത് ലൂസ് കഴിഞ്ഞ് പോവുമെന്നാണ് എൻ്റെ ഒരു പേടി. ഇതിടാം, വീഡിയോ നോക്കി ഇട്ട് കഴിഞ്ഞാൽ ഓട്ടം തെറ്റു. ഓക്കെ ഗൈസ്, കയറി ഈ റബ്ബർ ഇടാം. ഞാൻ ഇപ്പം എല്ലാം അങ്ങനത്തെ കമ്മലാണ് ഇടുക കേട്ടോ. സ്വർണ്ണ ഞാൻ വല്ലയിടത്തേക്കൊക്കെ പോകുമ്പോഴേ ഇടുള്ളൂ. ഞാൻ വീട്ടിൽ നിന്നിട്ട് പോയാലും ഇത് പിന്നെ പോയാലും സീനില്ലല്ലോ. അപ്പുറത്തും ഇതുപോലെ ഇട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഈ കമ്മലിൻ്റെ റബ്ബർ തന്നെ 14 വീണപ്പോൾ സമാധാനമായി. ബാക്കിൽ കണ്ടോ ഉണങ്ങാത്ത ഡ്രസ്സുകളാണ്. മഴ പെയ്തിട്ട് ഇതുവരെയൊക്കെ ഉണങ്ങിയിട്ടില്ല. ഒന്നിടട്ടെ. ഓക്കെ, ഇതൊക്കെ പെട്ടെന്ന് കയറും. എന്താണ് എന്നൊക്കെ മാതിരാട്ടോ. വെള്ളക്കല്ലിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇവിടെയൊക്കെ കളർ പോയി ഗൈസ്. ഇതിന് കുളത്തേതാന്ന് അറിയണില്ല.
അയ്യോ, അത് കെട്ടായി ഗൈസ്. അവൻ ക്രിക്കറ്റിനാണ് വിളിക്കണത്, ഞാൻ എങ്ങനെ കളിക്കുക? കണ്ടോ എന്തായാലും ഇപ്പൊ വരാ. ഓക്കെ ഗൈസ്, കുടിക്ക്. അയ്യോ ഇതാകെ ഓക്കെ റെഡിയായി. ഫൈനലായിട്ടൊരു തുമ്പി കൂടി നമുക്ക് കുത്താട്ടോ, മറ്റേ തുമ്പി. ഞാൻ ഇപ്പോൾ എവിടെ കുത്താൻ, എവിടെ കുത്താൽ അതവിടെ ഇരുന്നോളും. ഗൈസ് ബാക്ക് നീരാട്ടോ, കാരണം ബാക്കിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ലല്ലോ. ബാക്ക് ഇരി കൊടുത്തു. ഇതാണ് ഗൈസ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നീട് വരാം. അതുവരെയും ടാറ്റാ.